ഇവിടെ തൗബ കടുത്ത ഒരു തെറ്റിൽ നിന്നുള്ള മടക്ക വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയത് ജനങ്ങളുടെ മുമ്പിൽ പൂഴ്ത്തുകയും തമസ്കരിക്കുകയും ചെയ്ത് ജനങ്ങളെ തെറ്റുകളിൽ വിഹരിക്കാൻ, തെറ്റിദ്ധാരണയിൽ ഉഴലാൻ വിട്ട കുറ്റമാണിത്. അതുകൊണ്ട് തന്നെ ആ തെറ്റിൽ നിന്നുള്ള തൗബ വൈയക്തികമായി സ്വകാര്യതയിൽ ചെയ്ത തെറ്റിൽ നിന്നുള്ള തൗബ പോലെയല്ല. കേവലം തുബ്തു ഇലല്ലാ, ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു, അസ്തഗ്ഫിറുല്ലാ, ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു എന്ന പശ്ചാത്താപത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും തേട്ടം ഇവിടെ മതിയാകില്ല. ഇവിടെ തെറ്റ് മറ്റുള്ളവരിലേക്ക് അതിൻ്റെ സ്വാധീനമുണ്ടാകും വിധം, മറ്റുള്ളവരെ ദോഷമായി ബാധിക്കും വിധം ഉള്ള തെറ്റാണ്. ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ആളുകൾ വീഴ്ചയിൽ അകപ്പെട്ടിട്ടുണ്ട്. വേദപുരോഹിതന്മാർ വേദത്തിൽ വന്ന യാഥാർത്ഥ്യങ്ങളെയാണ് ആളുകളുടെ മുമ്പിൽ പൂഴ്ത്തുകയുണ്ടായത്. അതുകൊണ്ട് ആളുകൾ ഈ പുരോഹിതന്മാർ കാരണത്താൽ തെറ്റിദ്ധരിച്ചു, അവിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ തൗബ ചെയ്യുമ്പോൾ അസ്തഗ്ഫിറുല്ലയും അതൂബു ഇലല്ലാഹ് എന്ന വചനവുമൊക്കെ ഘോഷിക്കുന്നതോടൊപ്പം ഇസ്ലാഹും തബീനും ഉണ്ടാകണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. തൗബ ചെയ്യുമ്പോൾ ഖേദമുണ്ടാകണം വന്നുപോയ തെറ്റിൽ, ഇനി തെറ്റിലേക്കില്ല എന്ന നിശ്ചയമായ തീരുമാനമുണ്ടാകണം. തൗബക്ക് പറയപ്പെട്ട സമയത്തായിരിക്കണം തൗബയുണ്ടാകേണ്ടത്. ഇതൊക്കെ ശ്രദ്ധിക്കുന്നതോടൊപ്പം തങ്ങൾ കേടുവരുത്തിയത് നന്നാക്കണം, തങ്ങൾ മറച്ചു വെച്ചത് വ്യക്തമാക്കി കൊടുക്കുകയും വേണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലല്ലദീന താബൂ എന്ന് പറഞ്ഞതിന് ശേഷം വഅസ്ലഹു വബയ്യനു എന്ന് തുടർത്തിയത്. വഅസ്ലഹു, തൗബ ചെയ്യുന്നതോടൊപ്പം അവർ നന്നാക്കണം. എന്താണ് അവർ നന്നാക്കേണ്ടത്? മാ അഫ്സദു, അവർ കേടാക്കിയതെന്തോ അത്. അതേപോലെ വഅസ്ലഹു മാ അമിലു, അവർ ചെയ്തതെന്തോ അതും. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ഇല്ലല്ലദീന താബൂ വഅസ്ലഹു, ഇവിടെ അവർ നന്നാക്കേണ്ടത് അമാലഹും, അവരുടെ കർമ്മങ്ങളാണ്. ഇന്നലകളിൽ അവരുടെ കർമ്മങ്ങൾ കെട്ടതായിരുന്നു, പക്ഷേ ഇന്നു മുതൽ ഇനി അവരുടെ കർമ്മങ്ങളെ നന്നാക്കണം. അത് മനസ്സ വാച കർമ്മണ, എല്ലാ കർമ്മങ്ങളും, മനസ്സിൻ്റെ കർമ്മങ്ങൾ, നാവിൻ്റെ മൊഴികൾ, അതേപോലെ അവരുടെ ഉപരിപ്ലവമായ ചെയ്തികളെല്ലാം അവർ നന്നാക്കുകയും ചെയ്യണം. അപ്പോഴാണ് അവരുടെ തൗബ സത്യസന്ധവും സാക്ഷാത്കൃതവുമാവുക എന്നുള്ളതാണ്. വബയ്യനു, അവർ വ്യക്തമാക്കുകയും ചെയ്യണം. എന്താണ് അവർ വ്യക്തമാക്കേണ്ടത്? അവർ വ്യക്തമാക്കേണ്ടത് അവർ മൂടി വെച്ചതും പൂഴ്ത്തി വെച്ചതുമാണ്. അതവരുടെ അറിവാണ്, ബോധമാണ്, യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഉള്ളറിവുമാണ്. ആളുകൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കി തെറ്റുകുറ്റങ്ങളിൽ വിഹരിച്ചവരോടെല്ലാം തൗബ ചെയ്യാൻ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വിഷയമാണ്, ഒരു രീതിയാണ് തൗബയും തൗബയെ തുടർന്നുള്ള ഇസ്ലാഹും. അപവാദ പ്രചരണത്തിൻ്റെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയവേ സൂറത്തുൻ നൂറിൻ്റെ 5-ാം വചനത്തിൽ പറഞ്ഞില്ലേ, ഇല്ലല്ലദീന താബു മിൻ ബഅദി ദാലിക വ അസ്ലഹു. ഇവിടെ തൗബയിലേക്ക് അല്ലാഹു ഇസ്ലാഹിനെ ചേർത്തു. കാരണം ഇവിടെ തെറ്റ് വ്യക്തിപരമായി പാപിയിൽ പരിമിതപ്പെടുന്ന വിഷയമല്ല. തെറ്റിൻ്റെ ആഘാതവും ദുസ്വാധീനവും അത് മറ്റുള്ളവരിലേക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൗബ ചെയ്യണം, താൻ ഫസാദ് ഉണ്ടാക്കിയത് നന്നാക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് ഇല്ലല്ലദീന താബു മിൻ ബഅദി ദാലിക വ അസ്ലഹു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായത്. ഇതുപോലെ സൂറത്തുൽ മാഇദയിലെ 39-ൽ ഫമൻ താബ മിൻ ബഅദി ദുൽമിഹി വ അസ്ലഹ ഫഇന്നല്ലാഹ യതൂബു അലൈഹി എന്ന് പറഞ്ഞു. മോഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്, അവരുടെ കൈകൊത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഫമൻ താബ മിൻ ബഅദി ദുൽമിഹി, തൻ്റെ ദുൽമിനപ്പുറം തൗബ ചെയ്യുന്നവൻ, വ അസ്ലഹ, അവൻ ഫസാദാക്കിയത് നന്നാക്കുകയും വേണം. അപ്പോഴാണ് ഫഇന്നല്ലാഹ യതൂബു അലൈഹി. ഇതേപോലെ സൂറത്തു നിസാഇൻ്റെ 146-ൽ ഇല്ലല്ലദീന താബു വ അസ്ലഹു വഅതസമു ബില്ലാഹ് എന്ന് പറഞ്ഞു. കപടവിശ്വാസികളുമായി ബന്ധപ്പെട്ട അവരുടെ ഫിത്നകൾ, അവരുടെ അപകടങ്ങളൊക്കെ ഉണർത്തവേണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഈ ഒരു വിഷയം. ഇല്ലല്ലദീന താബു വ അസ്ലഹു, തൗബ ചെയ്യണം, വ അസ്ലഹു, തങ്ങൾ കേടാക്കിയത് നന്നാക്കുകയും വേണം, തങ്ങളുടെ കർമ്മങ്ങളും നന്നാക്കണം. അപ്പോൾ ഇവിടെ ചില തെറ്റുകൾക്ക് തൗബ ചെയ്യുമ്പോൾ സാധാരണ തൗബ ചെയ്യുവാനുള്ള നിബന്ധനകളിൽ ഖേദപ്രകടനം, തെറ്റിലേക്ക് ഇനി ഞാനില്ലെന്നുള്ള ഉറച്ച തീരുമാനം, തൗബക്ക് പറയപ്പെട്ട സമയത്തിൽ തൗബ ചെയ്യൽ, ഇതൊക്കെയാണ് പറയപ്പെടാറ്. പക്ഷേ തെറ്റ് മറ്റുള്ളവരിലേക്ക് വിട്ടുകടന്ന അതിൻ്റെ ദുസ്വാധീനം മറ്റുള്ളവരിലേക്ക് ഉണ്ടായിട്ടുള്ള അവസ്ഥയാണ് എങ്കിൽ അവിടെ തൗബയും വേണം, തൗബയെ തുടർന്ന് ഇസ്ലാഹും വേണം. ഇതാണ് നമുക്ക് ഈ ശൈലികളിൽ നിന്ന് പഠിക്കുവാനുള്ളത്.